Hello dear students, welcome back to computer applications class. We are in the fourth session of the third chapter, functions. കഴിഞ്ഞ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായിട്ട് പ്രീഡിഫൈൻഡ് ഫങ്ഷൻസ് നമ്മൾ കാണുകയായിരുന്നു. ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്, സ്ട്രിംഗ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്, പിന്നെ കണ്ടത് സ്ട്രിംഗ് മാനിപ്പുലേറ്റിംഗ് ഫങ്ഷൻസ്. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആസ് വെൽ ആസ് ക്യാരക്ടർ മാനിപ്പുലേറ്റിംഗ് ഫങ്ഷൻസ്. ഓക്കെ, നമുക്ക് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിൽ നിന്ന് തുടങ്ങാം. കുറേയേറെ ഫങ്ഷൻസ് ഉണ്ട് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട്. പക്ഷേ 3 എണ്ണം മാത്രമേ നമ്മുടെ സിലബസിനകത്ത് കവർ ചെയ്യേണ്ടതായിട്ടുള്ളൂ. എന്തായാലും മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഒരു പ്രോഗ്രാമിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ, കോൾ ചെയ്യണമെങ്കിൽ, വി ഹാവ് ടു ഇൻക്ലൂഡ് എ ഹെഡർ ഫയൽ math.h അല്ലെങ്കിൽ cmath എന്ന നിലയിൽ ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കണം. ഓക്കെ, സോ ദ ഫസ്റ്റ് ഫംഗ്ഷൻ ആപ്സ്, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആപ്സ് എന്നൊരു ഫംഗ്ഷനാണ്. ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ റിട്ടേൺ ചെയ്യുന്നതാണ് ഈ ഫംഗ്ഷൻ്റെ പർപ്പസ്, ഈ ഫംഗ്ഷൻ്റെ ടാസ്ക്. എന്താണ് ഈ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ? ഒരു സൈൻഡ് നമ്പർ നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ അൺസൈൻഡ് നമ്പർ. ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഇതാണ്. ഇറ്റ് റിട്ടേൺസ് ആൻ ഇൻറ്റിജർ വാല്യൂ ആൻഡ് ഇറ്റ് റിക്വയർസ് ആൻ ഇൻറ്റിജർ വാല്യൂ. ഓക്കെ, ഇൻറ്റ് n ഈക്വൽസ് -12. n എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. -12 ആണ് അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ. സി ഔട്ട് ആപ്സ് n, ൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ വിൽ ബി ഡിസ്പ്ലേഡ് ബൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ്. നാച്ചുറലി ദ ഔട്ട്പുട്ട് വിൽ ബി 12 വിത്തൗട്ട് ദ സൈൻ. നെഗറ്റീവ് സൈൻ ഇല്ലാതെ ആ നമ്പർ വിൽ ബി ഡിസ്പ്ലേഡ്. ഇനി പ്ലസ് സൈനോട് ചേർത്ത ഒരു നമ്പർ ആർഗ്യുമെൻ്റായിട്ട് കൊടുത്താലും യു വിൽ ഗെറ്റ് ദ നമ്പർ വിത്തൗട്ട് എനി സൈൻ. ഇതാണ് ആബ്സല്യൂട്ട് വാല്യൂ. മറ്റൊന്നുകൂടി ഇതിനോട് ചേർത്ത് പരിചയപ്പെടുത്തുന്നത് ഫാപ്സ്, എഫ് ആപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ ആപ്സ് റിട്ടേൺ ചെയ്തത് ഇൻറ്റിജർ നമ്പർ ആയിരുന്നുവെങ്കിൽ, ആപ്സിൻ്റെ ആർഗ്യുമെൻറ്റ് ഇൻറ്റിജർ നമ്പർ ആയിരുന്നുവെങ്കിൽ, ഫാപ്സ് വരുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പർ ക്യാൻ ബി ഗിവൺ ആസ് എൻ ആർഗ്യുമെൻറ്റ്. അങ്ങനെയും വരാമല്ലോ. പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിലും വരാമല്ലോ. അങ്ങനെയുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കിട്ടാനായിട്ട് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഫാപ്സ്, FABS. നോക്കൂ, ഞാനിവിടെ ആർഗ്യുമെൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് -1.3 എന്നുള്ളതാണ്. നാച്ചുറലി ദ ഔട്ട്പുട്ട് വിൽ ബി 1.3. സി ഔട്ട് ഫാപ്സ് -1.3 വിൽ ഡിസ്പ്ലേ 1.3. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ആപ്സ് ഫംഗ്ഷൻ. നൗ വി മൂവ് ഓൺ ടു SQRT. വളരെ കോമൺ ആയിട്ട് നമുക്ക് യൂസ് വരുന്ന, വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു ഫംഗ്ഷനാണ് SQRT. എന്തായിരിക്കാം? ആ വേർഡിൽ തന്നെ ഉണ്ട് ഒരു സൂചന, സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ അല്ലേ? ഓക്കെ, ഇതിൻ്റെ ഒരു യൂസേജ്, ഇറ്റ് വിൽ ഗിവ് യു ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇറ്റ് റിട്ടേൺസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഡബിൾ ടൈപ്പ് ഡേറ്റ ക്യാൻ ബി ഗിവൺ ആസ് ദി ആർഗ്യുമെൻറ്റ്. അറിയാലോ അല്ലേ? ഇൻറ്റ്, ചാർ, ഫ്ലോട്ട്, ഡബിൾ. പ്രിസിഷൻ കൂടുതലുള്ള, റേഞ്ച് കൂടുതലുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്, അതാണല്ലോ ഡബിൾ ടൈപ്പ് എന്ന് എഴുതി. അത് മാത്രമേ പാടുള്ളൂന്നില്ല കേട്ടോ. ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കാം. യു വിൽ ഗെറ്റ് ഇറ്റ്സ് സ്ക്വയർ റൂട്ട് വാല്യൂ. ഓക്കെ, ആൻഡ് ദാറ്റ് നമ്പർ വിൽ ബി ഗിവൺ ആസ് ദ ഡബിൾ ടൈപ്പ് ഡേറ്റ. ഒരു എക്സാമ്പിൾ നോക്കാം. n എന്നൊരു വേരിയബിളിൽ 36 എന്ന വാല്യൂ അസൈൻ ചെയ്തിരിക്കുന്നു. സി ഔട്ട് SQRT ഓഫ് n, 36ൻ്റെ സ്ക്വയർ റൂട്ട്, ദാറ്റ് വിൽ ബി ഡിസ്പ്ലേഡ്. സോ ദ ആൻസർ വിൽ ബി 6, റൈറ്റ്? മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി നോക്കാം. ദിസ് ടൈം ഐ ആം ഗിവിംഗ് a constant as the argument for the function SQRT. 24ൻ്റെ സ്ക്വയർ റൂട്ട്. ഇത് നോക്കൂ, കൃത്യമായും ഫ്രാക്ഷണൽ പാർട്ട് തന്നെ കിട്ടും. യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ് 4.89898 എന്ന നിലയിലായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുക. സോ ദാറ്റ്സ് അബൌട്ട് SQRT. നൗ വി മൂവ് ഓൺ ടു അനദർ ഫംഗ്ഷൻ, പവർ ഫംഗ്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് വിൽ ഗിവ് യു ദി പവർ ഓഫ് എ വാല്യൂ.
നമ്മൾ a raised to b എന്ന ഒരു പ്രയോഗം വരുമല്ലോ. 2 raised to 3, 2 raised to the power 3, അതായത് 2 into 2 into 2, അതല്ലേ 2 raised to 3 എന്ന് പറയുന്നത്. ഇത്തരം റിസൾട്ട് കിട്ടാനായിട്ട് ഓപ്പറേഷൻസ് നടത്താനായിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പവർ. സോ ഹിയർ 2 ആർഗ്യുമെൻറ്റ്സ് ആർ റിക്വയർഡ്, അല്ലേ? 2 നമ്പർ വേണ്ടേ, a raised to b, എയും ബിയും. അപ്പോൾ 2 ആർഗ്യുമെൻറ്റ്സ് വേണം. രണ്ടും ഡബിൾ ടൈപ്പ് ഡേറ്റ ആകാം, ഇൻ്റ് ആകാം, ഫ്ലോട്ട് ആകാം, ഡബിൾ ആകാം. ഇറ്റ് വിൽ ഗിവ് യു എ ഡബിൾ ടൈപ്പ് വാല്യൂ ആസ് ദ റിസൾട്ട്. Let us see an example. A variable n is initialized with the value 6. Now power n comma 3, pow n comma 3 എന്താ ഉദ്ദേശിക്കുന്നത്? n to the power 3, n raised to 3. അതിൻ്റെ ഉത്തരമാണ് നമുക്ക് കിട്ടേണ്ടത്. n എന്ന് പറയുമ്പോൾ 6 അല്ലേ. സോ 6 to the power 3, the answer will be 216. 216, 6 into 6 into 6, അതായിരിക്കും ഇവിടെ ആൻസർ. ദാറ്റ്സ് അബൌട്ട് പവർ ഫംഗ്ഷൻ. മറ്റൊരു കേസ് നോക്കിക്കോളൂ. 25,0.5. നോക്കൂ, സെക്കൻഡ് ആർഗ്യുമെൻറ്റ് 0.5 എന്നാണ് കൊടുത്തത്. ശരിക്കും 25 raised to half മാത്തമാറ്റിക്സ് നിങ്ങൾ മുമ്പ് പഠിച്ചപ്പോൾ ഓർമ്മയുണ്ടാവുമായിരിക്കും. ഇറ്റ് ഇസ് സിംപ്ലി സ്ക്വയർ റൂട്ട് ഓഫ് എ വാല്യൂ. 25ൻ്റെ സ്ക്വയർ റൂട്ടിനെയാണല്ലോ 25 to the power half എന്ന് പറയുന്നത്. സോ ദ ആൻസർ വിൽ ബി 5. അതായിരിക്കും ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, SQRT ഓഫ് 25 എന്ന് പറഞ്ഞാൽ എന്താണോ കിട്ടുന്നത് അത് തന്നെയായിരിക്കും പൗ 25,0.5 എന്ന് പറഞ്ഞാലും കിട്ടുക. ഓക്കെ, നമുക്ക് ഈ ഫങ്ഷൻസിൻ്റെ ഒരു യൂസ് ഒരു പ്രോഗ്രാമിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നോക്കാം. യു ക്യാൻ സീ എ പ്രോഗ്രാം ഹിയർ. നോക്കിയോളൂ, ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫങ്ഷൻസും യൂസ് ചെയ്തിട്ടുണ്ട്. ആപ്സ് -25, SQRT of n, where n is initialized as 24, and then another function pow is used. Then pow is again used with a fractional result. I mean fractional number as the second argument. നോക്കൂ എൻ്റെ ഔട്ട്പുട്ട്. എക്സിക്യൂഷൻ ഞാൻ ഒന്ന് കാണിക്കാം, ശ്രദ്ധിച്ചോളൂ. കണ്ടില്ലേ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദി ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് -25. ദ റിസൾട്ട് ഈസ് 25. കാണുന്നില്ലേ? റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്കൂ, SQRT ഓഫ് n, സ്ക്വയർ റൂട്ട് ഓഫ് n, ദ വാല്യൂ ഓഫ് n ഈസ് ഇനിഷ്യലൈസ്ഡ് ആസ് 24. ഞാൻ നേരത്തെ പറഞ്ഞ അതേ റിസൾട്ട് തന്നെ. ഇത് എന്താണ്? ആക്ച്വൽ റിസൾട്ട്, കമ്പ്യൂട്ടറിൽ ചെയ്ത പ്രോഗ്രാമും അതിൻ്റെ ഔട്ട്പുട്ടുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ ദ റിസൾട്ട് ഈസ് 4.89898. വീണ്ടും പവർ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. പൗ 6,3, ദ റിസൾട്ട് ഈസ് 216. നേരത്തെ നമുക്ക് കിട്ടിയത് തന്നെയാണ്, പ്രൂവ് ചെയ്തിരിക്കുന്നു, അതാണ് റിസൾട്ട് എന്ന്. വീണ്ടും നോക്കൂ, പൗ n, 0.5, 24,0.5. കണ്ടോ, ദ റിസൾട്ട് ഈസ് സെയിം. നേരത്തെ SQRT ഓഫ് 24 എന്ന് പറഞ്ഞപ്പോഴും പൗ n, 0.5 എന്ന് പറഞ്ഞപ്പോഴും റിസൾട്ട് സെയിം തന്നെയാണ്. ക്ലിയർ? സോ ദാറ്റ്സ് അബൌട്ട് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. നൗ വി മൂവ് ഓൺ ടു ക്യാരക്ടർ ഫങ്ഷൻസ്. കുറേയേറെ ഫങ്ഷൻസ് ഉണ്ട്. ക്യാരക്ടർ ഡേറ്റയിൽ പെർഫോം ചെയ്യാവുന്ന ചില ഓപ്പറേഷൻസ് നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. കുറേ ഫങ്ഷൻസ് ചെക്കിങ്ങിന് വേണ്ടിയുള്ളതാണ്. അതായത് വി നോ ദാറ്റ് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ്. ഏതൊക്കെയാണ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മളൊന്ന് റിക്കളക്ട് ചെയ്തെടുത്തതാണ്. ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, വൈറ്റ് സ്പേസ്, അങ്ങനെ കുറേയേറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലേ. ഇത് ഏത് ടൈപ്പ് ക്യാരക്ടറാണെന്ന് ചെക്ക് ചെയ്യുന്നതാണ് കുറച്ചേറെ ഫങ്ഷൻസ് ഉള്ളത്. എനിവേ, ഏത് ക്യാരക്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിലും വി നീഡ് ദ സപ്പോർട്ട് ഓഫ് ദ ഹെഡർ ഫയൽ CC ടൈപ്പ്. ഒന്നുകിൽ C-type.h എന്ന് എഴുതണം, അല്ലെങ്കിൽ CC ടൈപ്പ് എന്ന് എഴുതണം. എവിടെ? ഹാഷ് ഇൻക്ലൂഡിനോടൊപ്പം. ഓക്കെ, നൗ വി ഡിസ്കസ് ദ ഫസ്റ്റ് വൺ. is upper, that is a function. It checks whether the character given as the argument is in uppercase or not. നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുന്ന ഒരു ക്യാരക്ടർ അപ്പർ കേസിലാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ് ഈ ഫംഗ്ഷൻ. ആൻഡ് ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് എ വാല്യൂ. ഈ ഫംഗ്ഷൻ പറയത്തില്ല ഒരിക്കലും ഇത് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അപ്പർ കേസാണ് അല്ലെങ്കിൽ ലോവർ കേസാണ് എന്ന് പറയത്തില്ല. പകരം ഇറ്റ് റിട്ടേൺസ് ആൻ ഇൻറ്റിജർ വാല്യൂ. അതിൽ നിന്നും നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ strcmp കാര്യം പറഞ്ഞ മാതിരിയാണ്. ഇസ് അപ്പർ നോക്കിയോ, അതിൻ്റെ സിൻറ്റെക്സ് ഇതാണ്. ഇറ്റ് റിക്വയർസ് എ ക്യാരക്ടർ ഡേറ്റ as the argument and it returns an integer value. നോക്കൂ, it returns a positive value if the argument is an uppercase. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുന്ന ഡേറ്റ അപ്പർ കേസ് ലെറ്റർ ആണെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ എ പോസിറ്റീവ് വാല്യൂ. ഒരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇറ്റ് റിട്ടേൺസ് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ ഫംഗ്ഷൻസും, എസ്പെഷ്യലി ഇതുപോലെ ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷൻസ്, ഇസ് അപ്പർ, ഇനി പറയാൻ പോകുന്ന ഇസ് ലോവർ, ഇസ് ഡിജിറ്റ് തുടങ്ങിയ ഫംഗ്ഷൻസ് എല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് റിട്ടേൺസ് 1 എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഇതും വേർഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കുന്ന സമയത്ത് അവൈലബിൾ ആയിരുന്ന
ഉബുണ്ടു വേർഷൻ ഉപയോഗിച്ച് GCC കമ്പൈലർ ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്തപ്പോൾ അങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ കിട്ടുന്നത് 1 അല്ല, ഒരു പോസിറ്റീവ് നമ്പർ കിട്ടും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. എനിവേ വേർഷൻ ഡിപ്പെൻഡ് ആണ്. 1 എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും ഞാൻ പറയില്ല, പക്ഷേ that depends upon the version of the compiler, right? ഞാനിപ്പോൾ പറയുന്നത് it's a positive number. If it returns a positive number, the character which is given as the argument is an uppercase letter എന്നാണ് കൺക്ലൂഷൻ. അല്ലെങ്കിൽ 0 ആയിരിക്കും. ലോവർ കേസ് ആണെങ്കിലും 0 വരും. വേറെ ഏതെങ്കിലും ക്യാരക്ടർ കൊടുത്താലും റിസൾട്ട് 0 തന്നെ ആയിരിക്കും. ഇതാ നോക്കൂ, ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് എന്ന ക്യാരക്ടർ കോൺസ്റ്റന്റ് കൊടുത്തിരിക്കുന്നു. ഇറ്റ് റിട്ടേൺസ് എന്താ 0. കാരണം എന്താ, ആർഗ്യുമെൻറ്റ് ലോവർ കേസ് ആണ്. ലോവർ കേസ് ലെറ്റർ ആണ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് റിട്ടേൺസ് 0. എന്നാൽ അപ്പർ കേസ് കൊടുത്താലോ, ഇറ്റ് റിട്ടേൺസ് പോസിറ്റീവ് നമ്പർ. ഞാനിപ്പോൾ 1 എന്ന് പറഞ്ഞിരിക്കുന്നു, കാരണം ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് പറഞ്ഞാണ്. ആക്ച്വൽ പ്രോഗ്രാം കോഡ് ഞാൻ പിന്നീട് കാണിക്കാം. നമ്മുടെ 18.04 വേർഷനിൽ ഈ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണ് പിന്നാലെ ഞാൻ കാണിക്കാം. തൽക്കാലം ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് ഞാൻ പറഞ്ഞു പോകുന്നു. ഇറ്റ്സ് എ പോസിറ്റീവ് നമ്പർ. is upper 5. This time the argument is a digit. ലോവർ കേസും അല്ല അപ്പർ കേസും അല്ല, ഒരു ഡിജിറ്റ് ആണ്. എന്തായിരിക്കും റിസൾട്ട്? ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി 0. അപ്പോൾ അപ്പർ കേസ് ആണെങ്കിൽ മാത്രമേ ദിസ് ഫംഗ്ഷൻ റിട്ടേൺസ് പോസിറ്റീവ് വാല്യൂ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഇൻ എനി അതർ കേസ് ഇറ്റ് റിട്ടേൺസ് 0. ഓക്കെ, നൗ വി വിൽ സീ അനദർ ഫംഗ്ഷൻ is lower. എന്തായിരിക്കാം? നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞു അല്ലേ? നേരത്തെ അപ്പർ കേസ് ആണെങ്കിൽ ഇത് ലോവർ കേസ്. എക്സാക്ട്ലി. ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണെങ്കിൽ ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ. 1 എന്നാണ് ടെക്സ്റ്റിൽ ഞാൻ പറയുന്നു. ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ ഇഫ് ദ ആർഗ്യുമെൻറ്റ് ഈസ് എ ലോവർ കേസ് ലെറ്റർ. അതർവൈസ് ഇറ്റ് റിട്ടേൺസ് 0. ഒരു എക്സാമ്പിളോട് കൊടുത്തു. ഇഫ് is lower a ഞാൻ കാണിക്കുന്നത് 1 എന്നാണ്. ആക്ച്വലി പുതിയ വേർഷനിൽ ചെയ്താൽ യു വിൽ ഗെറ്റ് 512. ആ കോഡ് ഞാൻ കാണിക്കാം. പോട്ടെ. എനിവേ ഇറ്റ്സ് എ പോസിറ്റീവ് വാല്യൂ, നമുക്ക് അങ്ങനെ ഉറപ്പിക്കാം. സിൻസ് ദ ആർഗ്യുമെൻറ്റ് ഈസ് എ ലോവർ കേസ് ലെറ്റർ, ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ. അടുത്ത കേസ് നോക്കാം. ഇത്തവണ ഞാൻ ക്യാപിറ്റൽ എ ആണ് കൊടുത്തിരിക്കുന്നത് ഈ സ്ലോവറിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട്. സോ നാച്ചുറലി ഇറ്റ് റിട്ടേൺസ് 0. അടുത്ത് നോക്കൂ, ഒരു ഡിജിറ്റ് കൊടുത്ത് നോക്കി. ഇത്തവണയും അത് റിട്ടേൺ ചെയ്യുന്നത് 0 തന്നെയാണ്. അപ്പോൾ ലോവർ കേസ് ആണെങ്കിൽ മാത്രം പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ബാക്കി ഏത് കേസ് ആണെങ്കിലും ഇറ്റ് റിട്ടേൺസ് 0. മറ്റൊരു ഫംഗ്ഷൻ നമുക്ക് നോക്കാം. is alpha. ഈ ഫംഗ്ഷൻ്റെ പണി, ഇറ്റ് ചെക്സ് വെദർ ദ ആർഗ്യുമെൻറ്റ് ഈസ് an alphabet, either ലോവർ കേസ് ഓർ അപ്പർ കേസ്, ഏതാണെങ്കിലും പ്രോബ്ലം ഇല്ല. ഏതെങ്കിലും ആൽഫബറ്റിൽ വരുന്ന ആൽഫബറ്റ് കാറ്റഗറിയിൽ വരുന്ന ലെറ്റേഴ്സ് ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സിൻഡെക്സും ഇത് തന്നെയാണ്. ഏതാ, ഇൻറ്റ് റിട്ടേൺ ചെയ്യുന്നു. ഇസ് ആൽഫ ഫംഗ്ഷൻ റിട്ടേൺസ് ഇൻറ്റിജർ വാല്യൂ ആൻഡ് ഇറ്റ് റിക്വയർസ് എ ക്യാരക്ടർ ഡേറ്റ. നോക്കിയുള്ള എക്സാമ്പിൾ ഇവിടെയും നേരത്തെ പോലെ തന്നെയാണ്. ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ ഇഫ് ദ ആർഗ്യുമെൻറ്റ് ഈസ് ഈസ് എ ലെറ്റർ ഐദർ ഇൻ ലോവർ കേസ് ഓർ അപ്പർ കേസ്. ഒരു ആൽഫബറ്റാണ് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ, അതർവൈസ് ഇറ്റ് റിട്ടേൺസ് 0. എക്സാമ്പിൾ നോക്കാം. ഇസ് ആൽഫ സ്മോൾ ലെറ്റർ എ ആണ് ഞാൻ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തത്. ഇറ്റ് റിട്ടേൺസ് 1 അല്ല. ഹിയർ യു വിൽ ഗെറ്റ് 1024 എന്നൊരു വാല്യൂ ആയിരിക്കും കിട്ടുക. അഗെയിൻ ദറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി വേർഷൻ. മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഇസ് ആൽഫ ക്യാപിറ്റൽ ലെറ്റർ എ. ഇത്തവണ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തത് ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. സ്റ്റിൽ ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ. അഗെയിൻ 1024. ഞാനിവിടെ 1 എന്ന് കാണിക്കുന്നു. പോസിറ്റീവ് വാല്യൂ അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. ഇസ് ആൽഫ 5. ആൽഫബറ്റ് എ അല്ല ഞാൻ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. എന്തായിരിക്കും? ഷുവർ, അത് തന്നെയാണ്. റിസൾട്ട് വിൽ ബി 0. വീണ്ടും മറ്റൊരു ഫംഗ്ഷനിലേക്ക് നമ്മൾ പോകുന്നു. ഈസ് ഡിജിറ്റ്. ഇൻപുട്ട് ചെയ്യുന്ന ക്യാരക്ടർ ഒരു ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഇവിടെ പ്രതീക്ഷിക്കുന്ന ആർഗ്യുമെൻ്റ് ഏതാ? ഡിജിറ്റ് ആണ്. അപ്പോൾ ഡിജിറ്റ് ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ എ പോസിറ്റീവ് വാല്യൂ. ഇഫ് ദ ആർഗ്യുമെൻറ്റ് ഫോർ ദ ഫംഗ്ഷൻ ഈസ് എ ഡിജിറ്റ് ഇറ്റ് റിട്ടേൺസ്. അതായത് ഈ ഡിജിറ്റ് 0 to 9 വരെയുള്ള ക്യാരക്ടേഴ്സ് അത് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. ഡിജിറ്റ് ആണ് ആർഗ്യുമെൻ്റ് എങ്കിൽ ഇറ്റ് റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ. നോക്കൂ ഒരു എക്സാമ്പിൾ. ഇസ് ഡിജിറ്റ് എ, സ്മോൾ ലെറ്റർ എ ആണ് കൊടുത്തിരിക്കുന്നത്, ഡിജിറ്റ് അല്ലല്ലോ. സോ ദ ആൻസർ വിൽ ബി 0. ഇത്തവണ വീണ്ടും ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എ കൊടുത്തിരിക്കുന്നു. റിസൾട്ട് ഓഫ് കോഴ്സ് 0. വീണ്ടും ഇസ് ഡിജിറ്റ് 5. ശ്രദ്ധിക്കണം, 5 ക്യാരക്ടർ കോൺസ്റ്റന്റ് ആയിട്ട് കൊടുത്തു. ദ റിസൾട്ട് വിൽ ബി എ പോസിറ്റീവ് വാല്യൂ. ഇറ്റ് ഡിസ്പ്ലേസ് 1. എനിവേ പോസിറ്റീവ് വാല്യൂ വിൽ ബി ഡിസ്പ്ലേഡ്. മറ്റൊരു കേസ് ശ്രദ്ധിക്കണം. ഈസ് ഡിജിറ്റ് 5. എന്തായിരിക്കും ആൻസർ? ഞാനിവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് 5 ആണ്. തൊട്ട് മുമ്പ് കൊടുത്തിരിക്കുന്നത് 5 ആണ്.
രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട് അല്ലേ? കാണുമ്പോൾ തന്നെ ഉണ്ടല്ലേ? കോഡ്സ് ഇല്ല. കോഡ്സ് ഇല്ലാത്ത വലിയൊരു ഡിഫറൻ്റ് ആണോ? ആണ്. സിംഗിൾ കോഡ്സിനകത്ത് 5 വരുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഹാസ് an ASCII value and that is different from 5. പോട്ടെ, അതങ്ങോട്ട് വയ്ക്കോട്ടെ. എന്നാൽ അവസാനത്തെ കേസിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് 5 എന്ന ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ഈവൻ എ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. സോ ദ റിസൾട്ട് വിൽ ബി 0. ആ കേസിൽ റിസൾട്ട് 0 ആയിരിക്കും. റൈറ്റ്? മറ്റൊരു ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ഇസാൽനം. ഇവിടെ ആർഗ്യുമെൻ്റ് ഒരു ആൽഫബറ്റോ ന്യൂമറിക്കോ, അതായത് ഡിജിറ്റോ ആണെങ്കിൽ റിസൾട്ട് വിൽ ബി പോസിറ്റീവ്. ഒരു ആൽഫ ന്യൂമറിക് ക്യാരക്ടറാണ് ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുന്നതെങ്കിൽ റിസൾട്ട് വിൽ ബി പോസിറ്റീവ്. അതർവൈസ് ഇറ്റ് റിട്ടേൺസ് 0 വാല്യൂ. ഇപ്പോൾ നോക്കിക്കോളൂ, ഇസാൽനം ആർഗ്യുമെൻ്റായിട്ട് ഞാൻ സ്മോൾ കേസ് എ കൊടുത്തു. റിസൾട്ട് എന്താണ്? ആൽഫബറ്റ് അല്ലേ? സോ പോസിറ്റീവ് വാല്യൂ. ഇറ്റ് ഡിസ്പ്ലേസ് എ പോസിറ്റീവ് വാല്യൂ. വീണ്ടും ഇസാൽനം ക്യാപിറ്റൽ എ കൊടുത്തു. അഗെയിൻ എ ലെറ്റർ, ആൻ ആൽഫബറ്റ്. റിസൾട്ട് വിൽ ബി എ പോസിറ്റീവ് വാല്യൂ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. വീണ്ടും റിസൾട്ട് കൊടുക്കും. ഒരു കേസ് നോക്കാം. 5 ആണ് ഇത്തവണ ഞാൻ ആർഗ്യുമെൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇസാൽനം 5, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് 5. ഇറ്റ്സ് ന്യൂമറിക്കൽ ക്യാരക്ടർ. സോ റിസൾട്ട് വിൽ ബി അഗെയിൻ എ പോസിറ്റീവ് വാല്യൂ. പക്ഷേ ഇവിടെ നോക്കൂ, ഇസാൽനം 5 നമ്പറാണ്. ആൽനം എന്ന ഫംഗ്ഷന് നമ്പറാണ്, ഒരു ന്യൂമറിക് വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്. സോ ദ റിസൾട്ട് ഈസ് 0. മറ്റൊരു കേസ് കൂടി നോക്കാം. ഇസാൽനം ഹാഷ്, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് തന്നെയാണ്, ബട്ട് ഹാഷ് സിമ്പൽ. ഇത് ലെറ്റേഴ്സ് എന്ന കാറ്റഗറിയിൽ വരുന്നതല്ല, ഡിജിറ്റ്സ് എന്ന കാറ്റഗറി വരുന്നതല്ല, പിന്നെ എവിടെയാ? സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. സോ നാച്ചുറലി ദ റിസൾട്ട് വിൽ ബി 0. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ഇസാൽനം ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയുമായിരുന്നു ചെക്കിങ്ങിന് വേണ്ടി ഉപയോഗിച്ച ഫംഗ്ഷൻസ്. ഇസപ്പർ, ഇസ്ലോവർ, ഇസാൽഫ, ഇസ്ഡിജിറ്റ്, ഇസാൽനം. 5 ഫംഗ്ഷൻസ്. നൗ കൺവേർഷൻ ഫംഗ്ഷൻസ് നോക്കാം. ടു അപ്പർ, ഒരു ലോവർ കേസ് ലെറ്ററിനെ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ടാസ്ക്. ലോവർ കേസ് ലെറ്റർ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അപ്പർ കേസ്. അപ്പോൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നതും ക്യാരക്ടർ തന്നെയാണ്, റിട്ടേൺ വരുന്നതും ക്യാരക്ടർ തന്നെയാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ടു അപ്പർ സ്മോൾ കേസ് എ. ടു അപ്പർ എന്ന ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് സ്മോൾ കേസ് എ കൊടുത്തിരിക്കുന്നു. ഓഫ് കോഴ്സ് ദ റിസൾട്ട് വിൽ ബി ക്യാപിറ്റൽ എ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ അതല്ല വരുന്നതല്ലേ? നമ്മൾ പ്രതീക്ഷിച്ചത് ക്യാപിറ്റൽ എ ആണ്. പക്ഷെ നോക്കൂ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, റിസൾട്ട് ഈസ് 65. ഒരു നമ്പറാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഈ നമ്പർ വേറൊന്നുമല്ല, ഈ നമ്പർ ക്യാപിറ്റൽ എയുടെ അസ്കി കോഡാണ്. നമുക്ക് ക്യാപിറ്റൽ എ അല്ലേ വേണ്ടത്? എങ്കിൽ എന്ത് ചെയ്യണം? ഇതാ നോക്കിക്കോളൂ, ഞാൻ ഇത്തവണ ചെയ്തിരിക്കുന്നത് ടു അപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു ക്യാരക്ടർ വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. നേരത്തെ എന്താ ചെയ്തത്? ടു അപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നേരെ സ്ക്രീനിലേക്ക് അങ്ങ് ഡിസ്പ്ലേ ചെയ്തു. ഇപ്പോൾ കാണുന്ന കോഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ടു അപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ CH എന്നൊരു ക്യാരക്ടർ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. സോ ദ വാല്യൂ റിട്ടേൺ ബൈ ദ ടു അപ്പർ ഫംഗ്ഷൻ 65 വിൽ ബി സ്റ്റോർഡ് ഇൻ എ ക്യാരക്ടർ വേരിയബിൾ. നാച്ചുറലി വെൻ യു ഡിസ്പ്ലേ the content of that character variable, you will get A, capital A, the character corresponding to the ASCII value of 65. 65 എന്ന ASCII വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ വിൽ ബി ഡിസ്പ്ലേഡ്. സോ ഹിയർ യു ക്യാൻ സി ക്യാപിറ്റൽ എ ആസ് ദി ആൻസർ. ഓക്കെ, ഇത് മറ്റൊരു രീതിയിൽ ഇങ്ങനെ ഒരു വേരിയബിളിലോട്ട് എടുത്ത് പിന്നീട് അതിനെ ക്യാരക്ടറായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ മടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നോക്കിയോളൂ, ഈ കോഡ് ടു അപ്പർ ഫംഗ്ഷൻ്റെ മുന്നിൽ ക്യാർ അല്ലെങ്കിൽ ചാർ എന്ന ഡേറ്റ ടൈപ്പിനെ ഞാൻ പാരന്തസിസിനുള്ളിൽ കൊടുത്തു. ഇതെന്താണെന്ന് വല്ല ഓർമ്മയും വരുന്നുണ്ടോ? ഫസ്റ്റ് ചാപ്റ്റർ റിവിഷൻ കഴിഞ്ഞ വർഷം പഠിച്ചത് ഓർമ്മയിലെത്തിയോ? ടൈപ്പ് കൺവേർഷൻ, ടൈപ്പ് കാസ്റ്റിംഗ്. ഒരു എക്സ്പ്രഷനിലുള്ള ഡേറ്റയെ, അതിൻ്റെ ടൈപ്പിനെ മറ്റൊരു ടൈപ്പിലേക്ക് മാറ്റുക. ഇൻറ്റിജറായിട്ട് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ, ടു അപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഇൻറ്റിജറിനെ ചാർ ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ചെയ്യുക. അതാണ് ഇതിൻ്റെ മീനിങ്. ചാർ ടൈപ്പായിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ചെയ്യുക. സോ ഡയറക്ട്ലി യു വിൽ ഗെറ്റ് ദി ആൻസർ ആസ് എ. ക്ലിയർ? ഇപ്പോൾ ടു അപ്പർ ഫംഗ്ഷൻ, ടു ലോവർ ഫംഗ്ഷൻ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് തന്നെയാണ് ടു ലോവർ ഫംഗ്ഷൻ. അപ്പർ കേസിനെ ലോവർ കേസിലേക്ക് മാറ്റുക. ഇപ്പോഴും റിട്ടേൺ ചെയ്യുന്നത് ഒരു ASCII വാല്യൂ ആയിരിക്കും, അതിനെ ക്യാരക്ടറായിട്ട് മാറ്റിക്കൊള്ളണം. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താ, ഒരു ക്യാരക്ടറിനെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, ഇറ്റ് റിട്ടേൺസ് ഇറ്റ്സ് കറസ്പോണ്ടിങ് ലോവർ കേസ് ലെറ്റർ. ഇനി നേരത്തെ കേസിൽ അപ്പർ കേസ് തന്നെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്താലോ, അത് തന്നെ കിട്ടും, വേറൊന്നുമില്ല.
ലോവർ കേസ് കൊടുത്താൽ കറസ്പോണ്ടിങ് അപ്പർ കേസ് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് ആ സാധനം അതുപോലെ ഇവിടെ ഉണ്ടാവും. ഇവിടെ നോക്കൂ, ടു ലോവർ ഫംഗ്ഷൻ ഇറ്റ് റിട്ടേൺസ് ദി ലോവർ കേസ് ഫോം ഓഫ് ആൻ അപ്പർ കേസ് ലെറ്റർ. ഞാൻ കൊടുക്കുന്നു ക്യാപിറ്റൽ എ ആണ് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തത്. നാച്ചുറലി യു വിൽ ഗെറ്റ് 97 വിച്ച് ഈസ് ദി അസ്കി വാല്യൂ ഓഫ് സ്മോൾ ലെറ്റർ എ. സ്മോൾ എയുടെ അസ്കി വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്താൽ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ദേ ഇപ്പോൾ കാണുന്നത് പോലെ ഒരു ക്യാരക്ടർ വേരിയബിളിലോട്ട് ആ വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നു, എന്നിട്ട് ഡിസ്പ്ലേ ചെയ്യുക. അതുമല്ലെങ്കിൽ ഒരു കൺവേർഷൻ നടത്തി, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ടു ലോവർ ഫംഗ്ഷൻ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിനെ ഒരു ടൈപ്പ് കൺവേർഷനിലൂടെ ഡിസ്പ്ലേ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് സ്മോൾ ലെറ്റർ എ ആസ് ദി റിസൾട്ട്. ക്ലിയർ? നമ്മളിപ്പോൾ ക്യാരക്ടർ മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻസും കണ്ടു കഴിഞ്ഞു. ഈ ഫംഗ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നമുക്കൊന്ന് നോക്കാം, അതിൻ്റെ ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട്. കോഡ് ശ്രദ്ധിച്ചോളൂ. ഒരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു CH. അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂവിൻ്റെ ഒരു പ്രോബ്ലം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ കോഡ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഇസ് ലോവർ, ഇസ് അപ്പർ ഈ ഫംഗ്ഷൻസ് റിട്ടേൺ ചെയ്യുന്നത് 1 ആണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ, ഇസ് അപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 1 ആണെങ്കിൽ ദ ഗിവൺ ആർഗ്യുമെൻ്റ് ഈസ് ആൻ അപ്പർ കേസ് ലെറ്റർ എന്നാണല്ലോ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ഞാൻ പറഞ്ഞു അത് തെറ്റല്ല. അന്ന് നമുക്ക് അവൈലബിൾ ആയിരുന്ന വേർഷൻ ഉപയോഗിച്ചപ്പോൾ അത് തന്നെയായിരുന്നു ആൻസർ. പക്ഷേ ഇപ്പോൾ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള OSൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. ആ പ്രോബ്ലം വരും എന്നോ അറിയാവുന്നതുകൊണ്ട് മുൻകൂട്ടി പറയുന്നേ ഉള്ളൂ. നിങ്ങൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഒരുപക്ഷേ ഒരു ക്യാരക്ടർ അപ്പർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം എഴുതാൻ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള പ്രോഗ്രാം ആയിരിക്കും എഴുതുക. എന്താണ്? ഒരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ക്യാരക്ടർ ഡേറ്റ ഇൻപുട്ട് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നു, എന്നിട്ട് എന്താ ചെയ്തത്? ഇഫ് ഇസ് അപ്പർ CH ഈക്വൽസ് 1 ഇറ്റ് ഈസ് അപ്പർ കേസ് ലെറ്റർ എന്നല്ലേ എഴുതുള്ളൂ. കാരണം ടെക്സ്റ്റിനകത്ത് എന്താ പറഞ്ഞേക്കണേ? ഇസ് അപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 1 ആണെങ്കിൽ അപ്പർ കേസ് ലെറ്റർ. സ്വാഭാവികമായിട്ട് നിങ്ങൾ എഴുതുന്ന കോഡും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇഫ് ഇസ് അപ്പർ CH ഈക്വൽസ് 1 അപ്പർ കേസ് ലെറ്റർ അങ്ങനെ തന്നെ എഴുതും. എൽസ് ലോവർ കേസ് ലെറ്റർ അല്ലെങ്കിൽ നോട്ട് ആൻ അപ്പർ കേസ് ലെറ്റർ എന്ന് എഴുതാം. ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അഡീഷണൽ ഇട്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ആക്ച്വലി ഈ ഫംഗ്ഷൻ എന്ത് വാല്യൂ റിട്ടേൺ ചെയ്യും എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇസ് അപ്പർ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ, അപ്പർ കേസ് ലെറ്റർ ആണെങ്കിൽ പോലും എന്താണ് റിട്ടേൺ ചെയ്യുക എന്ന് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആ ഒരു ലൈൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അതിൻ്റെ വർക്കിംഗ് എന്താണെന്ന്. ഔട്ട്പുട്ട് ഇതേ കാണുന്നുണ്ട്. എക്സിക്യൂഷൻ നോക്കാം. ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ വി വിൽ ഇൻപുട്ട് എ ക്യാരക്ടർ. ഞാൻ കൊടുത്തിരിക്കുന്നു ക്യാപിറ്റൽ എ. ദ ഔട്ട്പുട്ട് സ്ക്രീനിൽ നോക്കിയോളൂ, ക്യാപിറ്റൽ എ ആണ് ഞാൻ ഇൻപുട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഇസ് അപ്പർ ഫംഗ്ഷൻ അടുത്ത ഇഫ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. അവിടുത്തെ ഇസ് അപ്പർ ഫംഗ്ഷൻ റിട്ടേൺസ് 1. ആ കണ്ടീഷൻ ട്രൂ ആകും, അപ്പർ കേസ് ലെറ്റർ എന്ന് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പക്ഷേ നോക്കിക്കോളൂ, ആൻസർ കിടക്കുന്നത് ഔട്ട്പുട്ട് സ്ക്രീനിൽ നോക്കിയോളൂ, നോട്ട് ആൻ അപ്പർ കേസ് എന്നാണ് കാണുന്നത്. അതായത് എന്ത് സംഭവിച്ചു? ആ എൽസ് പാർട്ടല്ലേ വർക്ക് ചെയ്തിരിക്കുന്നത്. എൽസ് പാർട്ട് വർക്ക് ചെയ്യാൻ കാരണം എന്താ? ഇഫിനോടൊപ്പമുള്ള കണ്ടീഷൻ ഫോൾസ് ആയതുകൊണ്ടല്ലേ. ഇസ് അപ്പർ CH എന്ന ഫംഗ്ഷൻ 1 റിട്ടേൺ ചെയ്യുന്നില്ല എന്നല്ലേ അതിനർത്ഥം. ഇൻപുട്ട് ചെയ്ത് ആർഗ്യുമെൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആണ്, എന്നിട്ടും 1 എന്ന വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. പിന്നെ എന്താ റിട്ടേൺ ചെയ്ത്? അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കോളൂ. സി ഔട്ട് ഇസ് അപ്പർ CH. അതാണ് ആ ഔട്ട്പുട്ട് സ്ക്രീനിൽ നിങ്ങൾ അവസാനം കാണുന്ന 256. ഇസ് അപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത വാല്യൂ കണ്ടോ? 256 എന്ന വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഇസ് അപ്പർ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ ആർഗ്യുമെൻ്റ് ഈസ് ആൻ അപ്പർ കേസ് ലെറ്റർ, അതർവൈസ് നോട്ട് ആൻ അപ്പർ കേസ് ലെറ്റർ. ആ നിലയിൽ വേണം നമ്മൾ കൺക്ലൂഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് അവിടെ കിടന്നിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടത് ഇഫ് ഇസ് അപ്പർ ഫംഗ്ഷൻ റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ ദ ഗിവൺ ആർഗ്യുമെൻ്റ് ഈസ് അപ്പർ കേസ് ലെറ്റർ. ഇതുപോലെ തന്നെയാണ് ഈ ഇസ് ലോവറും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ കോഡ് എങ്ങനെ മാറ്റേണ്ടി വരും? ഇങ്ങനെയുള്ള പ്രോഗ്രാം എഴുതുമ്പോൾ കോഡിൽ മാറ്റം വരുത്തേണ്ടത് ഇങ്ങനെയാണ്. സ്ക്രീൻ ഇപ്പോൾ ശ്രദ്ധിച്ചോളൂ. അവിടെ ആ കണ്ടീഷനിൽ ഞാനൊരു മാറ്റം വരുത്തി, കണ്ടോ? അത് >0 എന്നാക്കി മാറ്റണം. ഇഫ് ഇസ് അപ്പർ ഫംഗ്ഷൻ റിട്ടേൺസ് എ വാല്യൂ, ആ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇസ് അപ്പർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ >0 ആണോ എന്ന് വേണം ചെക്ക് ചെയ്യാനായിട്ട്. ഈക്വൽ ടു 1 എന്ന കണ്ടീഷൻ മാറ്റി ഞാനിപ്പോൾ >0 കൊടുത്തിരിക്കുന്നു. ഇനി അത് ശരിയായിക്കോളും. ക്ലിയർ? ബാക്കി ഫംഗ്ഷൻസ് ഇസ് ലോവർ, ഇസ് ഡിജിറ്റ് തുടങ്ങിയ ഫംഗ്ഷൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു പ്രോഗ്രാം കോഡ് ഒന്ന് ശ്രദ്ധിച്ച് ഔട്ട്പുട്ടും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ഇസ് അപ്പർ ആർഗ്യുമെൻ്റായിട്ട് ക്യാപിറ്റൽ എ കൊടുത്തു, അപ്പർ കേസ് ലെറ്റർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. റിട്ടേൺ ചെയ്ത വാല്യൂ കണ്ടോ? 256. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു. ഇസ് ലോവർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ കണ്ടോ? ആർഗ്യുമെൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് ലോവർ കേസ് ലെറ്റർ ആണ്. സ്റ്റിൽ ഇറ്റ് റിട്ടേൺസ്
512, നോട്ട് 1 എന്ന വാല്യൂ അല്ല റിട്ടേൺ ചെയ്തത്, 512. അതുകൊണ്ട് നമ്മളത് വീണ്ടും ഉറപ്പിക്കുന്നു. ഈസ് ലോവർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ദ ഗിവൺ ആർഗ്യുമെൻറ്റ് ഈസ് എ ലോവർ കേസ് ലെറ്റർ. അതുപോലെ ഇസ് ആൽഫ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ കണ്ടോ, 1024, 1 അല്ല. ഇസ് ആൽഫ എന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് 1024 ആണെങ്കിൽ, പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ, കൺക്ലൂഷൻ ഈസ് ദ ഗിവൺ ആർഗ്യുമെൻറ്റ് ഈസ് an alpha numeric value. ഒരു ആൽഫബറ്റ്. ഇറ്റ്സ് an alphabet. അത് അപ്പർ കേസ് ആണെങ്കിലും ശരി, ലോവർ കേസ് ആണെങ്കിലും ശരി. അപ്പർ കേസ് കൊടുത്താലും ലോവർ കേസ് കൊടുത്താലും ഇസ് ആൽഫ ഫംഗ്ഷൻ റിട്ടേൺസ് എ പോസിറ്റീവ് വാല്യൂ ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 1024. ഇസ് ഡിജിറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചാലോ, ഇസ് ഡിജിറ്റ് ഫംഗ്ഷൻ കൃത്യമായും 1 തന്നെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആർഗ്യുമെൻറ്റ് ഡിജിറ്റ് ആണെങ്കിൽ, ഡിജിറ്റ് ക്യാരക്ടർ ആണെങ്കിൽ ഇസ് ഡിജിറ്റ് ഫംഗ്ഷൻ റിട്ടേൺസ് 1. എനിവേ പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. ഇസ് ആൽനം എടുത്തപ്പോഴോ, ഇസ് ആൽനം ഞാനിവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സ്മോൾ കേസ് എ ആണ്. ആൽഫബറ്റ് ആണെങ്കിലും ന്യൂമറിക് ആണെങ്കിലും ആൽഫ ന്യൂമറിക് ക്യാരക്ടർ ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്നത് പുതിയ വേർഷനിൽ 1 അല്ല 8 ആണ്. സോ അഗൈൻ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എ പോസിറ്റീവ് വാല്യൂ. ഇസ് ആൽനം റിട്ടേൺ ചെയ്യുന്നത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ദ ആർഗ്യുമെൻറ്റ് ഈസ് an alpha numeric character, means either alphabet or a digit character. അങ്ങനെ പറയാം. ക്ലിയർ ആണെന്ന് തോന്നുന്നു. ക്യാരക്ടർ മാനിപ്പുലേഷൻ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈക്വൽ ടു 1 വെച്ചിട്ടല്ല അതിൻ്റെ ഒരു പോസിറ്റീവ് നേച്ചറിനെ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഗ്രേറ്റർ ദാൻ 0 ഒരു പോസിറ്റീവ് വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ആർഗ്യുമെൻറ്റ് ഒരു പോസിറ്റീവ് രീതിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് 3rd ചാപ്റ്ററിൽ കവർ ചെയ്യേണ്ട പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓരോന്നിൻ്റെ ഉപയോഗം അറിയാം. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചെറിയ പണി തന്നിരുന്നു, ഒരു അസൈൻമെൻറ്റ് പകുതി വഴിക്കായിരിക്കുകയാണ്. അതിൻ്റെ വർക്കും ഞാൻ തന്ന പണിയും പൂർത്തിയായിട്ടില്ലായിരുന്നു. ഇപ്പോൾ അത് പൂർത്തിയാകുകയാണ്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം ഈ ചാർട്ട് ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. നമ്മളൊരു ടേബിൾ തയ്യാറായിക്കൊണ്ട് വരികയാണല്ലോ. ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് വേണ്ടത് കാണാൻ സാധിക്കുന്നുണ്ട്. ഫംഗ്ഷൻ വേണം, അതിൻ്റെ പർപ്പസ് വേണം, എക്സാമ്പിൾ വിത്ത് ആൻ ഔട്ട്പുട്ട് വേണം, ഹെഡർ ഫയലും വേണം. നമ്മൾ ഫങ്ഷൻസ് എന്താണ്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഫങ്ഷനെ കോൾ ചെയ്യുക, യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചാൽ എന്താണ്, അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്, ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. എങ്കിൽ മാത്രമേ അടുത്ത ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുക എന്ന് മനസ്സിലാവത്തുള്ളൂ. ഈ ആശയങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലുണ്ടാവണം. അടുത്ത ക്ലാസ്സിൽ ഒരു ചലഞ്ചിങ് ടോപ്പിക്കുമായിട്ട് നമ്മൾ നമ്മുടേതായ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നു. ഫുൾ റെസ്പോൺസിബിലിറ്റി ഗോസ് ടു ദി യൂസർ. സോ ഓൾ ദി ബെസ്റ്റ്.